ഇവിടെ ഈ തേനി ഈ ദേശം എന്ന് പറയുന്നത് നല്ല കൃഷി നിറഞ്ഞ ഒരു മലയോര മേഖലകളാണ്. കണ്ടില്ലേ, ഈ സൈഡുകളിലൊക്കെ പാവയ്ക്കയും അതുപോലെ തന്നെ ഈ ചോളം, വാഴ, കുമ്പളൻ, അങ്ങനെ പല സാധനങ്ങൾ ഇവിടെ കൃഷി ചെയ്ത് വളർത്തുന്ന ഒരു നല്ല സ്ഥലമാണ്. അത് കണ്ട് റോഡ് സൈഡിൽ തന്നെ കുമ്പളങ്ങ കൂട്ടിയിട്ടിരിക്കുന്നുണ്ടല്ലേ. എന്തൊരു ഒത്തൊരുമയോട് എല്ലാവരും തുണികളൊക്കെ അലക്കിയാണ്. തുണികളെല്ലാം ഞങ്ങൾ ഒരു നല്ല പുഴയിൽ നിർത്തി തുണികൾ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പർ പുഴയാണ്. ഞാൻ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേട്ടൻ ഒരു സഹോദരൻ മീൻ വല വീശി മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സഹോദരന്മാരൊക്കെ വളരെ സന്തോഷത്തോടെ വെള്ളത്തിൽ ചാടി അവരെങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ മിഷണറി യാത്രയിൽ അവർ എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക. സന്തോഷത്തോടെ അവർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പെട്ടെന്ന് കുളി കഴിഞ്ഞിട്ട് പ്രാർത്ഥനയോടെ ഞങ്ങളടുത്ത വർക്ക് ചെയ്യുന്ന സ്ഥലത്തിലേക്ക് പോകാൻ പോവുകയാണ്. അധികാരമുള്ള അധികാരത്തോട് എല്ലാ ദുഷ്ടതകളും ഞങ്ങൾക്ക് മുൻപേ തടസ്സമാക്കി വെച്ചിരിക്കുന്നു. എല്ലാ അന്ധകാര ക്രിയകളും എല്ലാ ദുഷ്ടശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആമേൻ, ആമേൻ. പ്രാർത്ഥനയുടെ ദൈവം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥനയുടെ ശക്തിയോടെ ആ തേനി ദേശത്തിലേക്ക് എത്തി. ഇവിടെ ചില വീടുകൾ വിസിറ്റിംഗ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ സത്യം പറയുവാനും അവരത് കേൾക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങളൊരു കോളനി വർക്ക് കഴിഞ്ഞ ശേഷം അടുത്തൊരു കോളനിയിലേക്ക് ഞങ്ങൾ പോയി വീട്ടിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. സഹോദരന്മാരെല്ലാം എല്ലാ വീടുകളിലും ഞങ്ങൾ ഓരോ കോളനി കയറി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നി. കാരണം ഓരോ വീടിൻ്റെ അവസ്ഥകളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ശരിക്കുമാണ് വയലോരത്തിൽ എപ്പോൾ മഴ പെയ്താലുമുണ്ട് വെള്ളം കയറുന്ന അതുപോലത്തെ അവസ്ഥയുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ അവിടെയൊക്കെ പോയി കർത്താവിനെ കുറിച്ച് പറയുവാനും അവർ ഞങ്ങൾ കാണുമ്പോൾ വളരെ അതിശയത്തോടെയാണ് കാണുന്നത്. കാരണം അവരുടെ ഉള്ളിൽ ഒരു സത്യം ഞങ്ങൾ വിധിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മളൊക്കെ ഇരിക്കുന്നത് പാപകരമായൊരു കുഴിയിലാണ്, അതിൽ നമുക്ക് വിടുതൽ വേണമെന്ന് അവരെയൊക്കെ പറയുവാനൊക്കെ ഇടയായി. അപ്പോൾ തന്നെ അവരെ എത്തി ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി സന്തോഷപ്പെട്ടവർ. ഇതാണ് പ്രിയപ്പെട്ടവർ ഞങ്ങൾ ഈ മിഷണറി യാത്രയിൽ മിഷണറി വർക്കിൽ ഞങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ആരെയും മതം മാറ്റുവാനോ അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് മതം മാറ്റി ഞങ്ങളുടെ കേരളത്തിലേക്ക് കൊണ്ടുപോകാനോ അവിടെ ഞങ്ങളുടെ സഭയിൽ ചേർക്കുവാനോ അല്ല ഞങ്ങൾ വന്നത്. ഒരുവൻ ക്രിസ്തുവിനെ അറിയണം. കാരണം എന്തുകൊണ്ടാണ്? യേശുവിനെ അറിഞ്ഞാൽ മാത്രമേ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ വസ്ത്രധാരണയിലും അതുപോലെ അവൻ്റെ ജോലികളിലും എല്ലാറ്റിലും വ്യത്യാസം വരണമെങ്കിൽ അത് യേശു ക്രിസ്തുവിൽ മാത്രമേ കഴിയുള്ളൂ. ആ സത്യത്തെ പറയുമ്പോൾ അത് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുണ്ട്. അതുകൊണ്ടാണ്
ഞങ്ങളിതുപോലെ കടന്നുപോയി ഓരോ വീടുകളിൽ ഇതുപോലെ സുവിശേഷം പറയുന്നത് ഇത് ഞങ്ങളുടെ ദൗത്യമാണ്. കാരണം ഇതിൽ മുഖാന്തരമാണ് ഇവിടെ ജീവിതത്തിലെല്ലാം വലിയ രക്ഷയുള്ളത്. അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്ന് യേശു കർത്താവ് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം കൈവിടപ്പെട്ടു പോകും. ഇവർ നിത്യമായ നരകത്തിലേക്ക് പോകാനിടയാകും. നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശു ക്രിസ്തു മാത്രമാണ് ഏക വഴി എന്ന് ഇവരോട് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ അത്രയും ദൂരത്തുനിന്ന് ഈ ദേശത്ത് വന്ന് ഈ സുവിശേഷം വിതച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനമായി. ഓക്കെ, ഇതുപോലത്തെ പുതിയ വീഡിയോകൾ ഇതുപോലെ ചെയ്യുന്ന വർക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഫോളോ ചെയ്യുക. അടുത്തടുത്ത് ചെയ്യുന്ന വീഡിയോകളെല്ലാം മിഷനറി പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് കാണുവാനിടയാകും. നിങ്ങൾക്ക് പങ്കാളിത്തമാകാം. ഓക്കെ, ഗോഡ് ബ്ലെസ്.